വെനസ്വേലയെ പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിൽ മരണസംഖ്യ ഏതാണ്ട് 1500-ലധികമായി എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കാണ്. ഇതിനൊക്കെ എത്രയോ അപ്പുറത്താണ് യഥാർത്ഥ കണക്ക് എന്നുള്ളതാണ് ആ രാജ്യത്ത് നിന്ന് പുറത്തു വരുന്ന വിവരം. മറ്റൊന്നുമല്ല, രാജ്യത്തെ രക്ഷിക്കാൻ ഇപ്പോൾ യാതൊരു ശ്രമവും കാര്യമായി നടക്കുന്നില്ല. ഇന്ത്യ തങ്ങളുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും വെനസ്വേലയെ പിടിച്ചടക്കിയ, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച, പാവ ഭരണകൂടത്തെ സ്ഥാപിച്ച അമേരിക്ക ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന പരാതിയാണ് അവിടെ ഉയരുന്നത്. പ്രധാനമായും ഈ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഭൂകമ്പം പ്രവചിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റാനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഇല്ല. ഈ സംഭവം ഉണ്ടായിട്ടും ഭരണകൂടത്തിനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഒരു സജ്ജീകരണങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമായി വെനസ്വേല അധപ്പതിച്ചിരിക്കുകയാണ്. 70,000-ലധികം ആളുകൾ ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് എത്ര പേർക്ക് ജീവൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മരണസംഖ്യ ഇനിയും എത്രയോ ഇരട്ടിയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതുമാത്രമല്ല, വീണ്ടും വീണ്ടും തുടർ ഭൂചലനങ്ങൾ കൂടി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂചലനത്തിലൂടെയാണ്, ദുരന്തത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, നിരവധി രക്ഷാപ്രവർത്തനം ആവശ്യമായ ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ ഒരു സംവിധാനവുമില്ല. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്ന നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ പറ്റാത്ത പോലും വിധത്തിലുള്ള വല്ലാത്ത അവസ്ഥയിലൂടെ ആ രാജ്യം കടന്നു പോവുകയാണ്. നിന്നും ജനങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവിടെയുള്ള മൃതദേഹങ്ങളാണെങ്കിലും ഇപ്പോഴും കുടുങ്ങി ജീവനോടെ കിടക്കുന്നവരാണെങ്കിലും അവിടെയൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ പുറത്തെത്തിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ വേണം. അവ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ റോഡുകൾ വേണം. ഇവയുടെ എല്ലാം ഒരു അഭാവം വെനസ്വേലയിൽ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പല താവളങ്ങളുടെ റൺവേ പ്രവർത്തന സജ്ജമായിരുന്നില്ല. തലസ്ഥാന നഗരത്തിലുള്ള ഒരു വിമാനത്താവളം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തന സജ്ജമാക്കിയതായിട്ട് അമേരിക്ക അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ഷാമം, അത് കാരണം വെനസ്വേലയിൽ മരണസംഖ്യ അത് മുകളിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനക്ഷമത ഇല്ലായ്മ, ഈ ആശുപത്രികളിലുള്ള സൗകര്യക്കുറവ്, ഇതെല്ലാം ഈ മരണസംഖ്യ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. രോഗികളെയൊക്കെ ആശുപത്രികളിലേക്ക് ഉണ്ടെങ്കിലും അവിടെ വലിയ ആളുകൾ ഇങ്ങനെ കാത്തുകെട്ടിക്കിടക്കുന്നതല്ലാതെ എല്ലാവരിലേക്കും ചികിത്സ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ആകുന്നില്ല എന്നുള്ളത് അവിടെ വലിയൊരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മരണസംഖ്യ നിലവിൽ സ്ഥിരീകരിക്കാനാകുന്നത് 1430 എന്നാണ്. 3200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3100 പേർ ഭവനരഹിതരായതായിട്ടാണ് വിവരമുള്ളത്. $6.7 ബില്യൺ നഷ്ടം മൊത്തത്തിൽ ഉണ്ടായതായിട്ട് വിവരമുണ്ട്. UN പുറത്തുവിട്ടിട്ടുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 50,000-ലധികം പേരെ ഇപ്പോഴും കാണാനില്ല എന്നാണ് വിവരമുള്ളത്. പലരും കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ കിടപ്പുണ്ട്. ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിലുള്ള 1600 രക്ഷാപ്രവർത്തകർ ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ്. അവർ ശക്തമായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. വെറും 3 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ 7.2-ഉം 7.5-ഉം തീവ്രതയുള്ള 2 ഭീമൻ ഭൂചലനങ്ങളാണ് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. തുടർചലനങ്ങൾ ആ രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 4.4 തീവ്രതയുള്ള ഒരു ഭൂചലനം വെനസ്വേലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ ആൾനാശമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും ഭൂചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് US-ന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്. ശരി അജയ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.